ഇപ്പോൾ അഡ്വക്കേറ്റ് നോബിൾ മാത്യു BJPയുടെ പ്രതിനിധിയായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. മറ്റൊരു അതിഥിയായിരുന്നു വരേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് BJPയുടെ അതിഥി വൈകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നോബിൾ മാത്യു, താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സജേഷ് കേരളത്തിൻ്റെ വിഷയത്തിലേക്ക് കടന്നിരുന്നെങ്കിലും അത് രണ്ടാമത്തെ ഘട്ടത്തിൽ എടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ആദ്യ ഘട്ടത്തിൽ താങ്കൾക്ക് പങ്കെടുക്കാനായില്ല. അതുകൊണ്ട് ഞാൻ താങ്കൾക്കൊരവസരം ഇപ്പോൾ തരികയാണ്. എന്തൊരു തരത്തിലുള്ള ബഡ്ജറ്റാണ് ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലുള്ള ഏത് സ്വഭാവത്തിലുള്ളൊരു ബഡ്ജറ്റ് കേരളത്തിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ കക്ഷി BJP ഇപ്പോൾ കരുതുന്നത്? നോബിൾ മാത്യു. ആദ്യമേ തന്നെ ഞാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. കാരണം അല്ല, അതിൻ്റെ ആവശ്യമില്ല. താങ്കൾ പിന്നീട് ആ ദൗത്യം ഏറ്റെടുത്ത് വന്നതാണല്ലോ. 8 മണിക്കാണ് പറയുന്നത് ഇങ്ങനെ പോകണമെന്ന്. പക്ഷേ ഞാൻ അന്നേരത്തെ റെഡി ആയിരുന്നു. പക്ഷേ 9:10 ഇപ്പോൾ എന്നോട് ഈ സ്റ്റുഡിയോ ഇവിടെയാണെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ച്. പോട്ടെ, സാരമില്ല. ഇന്ന് നിർമ്മലാ സീതാരാമൻ, കേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി, പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. പുതിയ സർക്കാരിൻ്റെ, ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ പ്രധാനമായും ഊന്നൽ നൽകാൻ പോകുന്ന കാര്യങ്ങൾ 2047 ആകുമ്പോഴേക്കും ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോകണം എന്നുള്ളൊരു സ്വപ്നം. പണ്ട് സ്വാമി വിവേകാനന്ദൻ, എൻ്റെ രാജ്യം ഒരു കാലത്ത് ആധ്യാത്മികമായും ഭൗതികമായും സാമ്പത്തികമായും ശാസ്ത്രീയമായും ഒക്കെ മുൻപന്തിയിൽ നിന്ന രാജ്യം, ആ രാജ്യം വൈദേശിക ആധിപത്യം മൂലം പിന്നോട്ടടിക്കപ്പെട്ടു. ആ രാജ്യത്തിൻ്റെ പരമവൈഭവമാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അധികാരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം ഭാരതത്തിൻ്റെ പരമവൈഭവമാണ്. പരമവൈഭവം എന്ന് പറഞ്ഞാൽ 2047 നമ്മൾ സ്വാതന്ത്ര്യത്തിന് 100 വർഷം ആഘോഷിക്കുന്ന സമയത്ത് ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമായി ഭാരതം മാറണം. ഇപ്പോൾ നമ്മൾ സാമ്പത്തിക ശക്തി ലോകത്തിലെ 5-ാം നമ്പർ രാജ്യമാണ്. നമ്മളെ ബ്രിട്ടനെ കീഴടക്കിക്കൊണ്ടാണ്, തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ 5-ാം നമ്പർ രാജ്യമായത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ നമ്മൾ ലോകത്തിലെ 3-ാം സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ പോവുകയാണ്. അപ്പം വരുന്ന 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 3-ാം സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ പോകുന്ന രാജ്യം 2047 പരമവൈഭവത്തിൽ എത്താൻ പോകുന്ന, അതായത് ലോകത്തിലെ 1-ാം നമ്പർ രാജ്യമായി എത്താൻ പോകുന്ന രാജ്യം, ആ രാജ്യത്തിന് എങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം, ആ ബഡ്ജറ്റായിരിക്കും നിർമ്മലാ സീതാരാമൻ ഇപ്പം അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ഒരു സംശയത്തിനും ആർക്കും ഇട നൽകുന്നില്ല. പിന്നെ ബഡ്ജറ്റുകളുടെ കാര്യം, അപ്പം ഈ നമ്മൾ ഒന്നാമത് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥ, അടിസ്ഥാന സാമ്പത്തിക വ്യവസ്ഥ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യവസ്ഥയിലാണ്. കാർഷിക സാമ്പത്തിക വ്യവസ്ഥയാണ് എല്ലാ രാജ്യങ്ങളുടെ അടിസ്ഥാനം. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ഒന്നാമതായതെങ്ങനെയാണ്? അത് വ്യവസായ വിപ്ലവത്തിലൂടെയാണ് ഒന്നാമത് ആയത്. ഇപ്പം അത് 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായ പല വ്യവസായ വിപ്ലവം. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ആ ഒരു വ്യവസായത്തിന് മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചില്ല. ഇപ്പം പ്രധാനപ്പെട്ട മേഖല ഏതാ? ഇപ്പോൾ പ്രധാനപ്പെട്ട മേഖല സേവന മേഖലയാണ്. കമ്പ്യൂട്ടർ രംഗം ഉൾപ്പെടെയുള്ള സേവന മേഖലയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട മേഖല. ആ പ്രധാനപ്പെട്ട മേഖല, ആ 3 മേഖലയാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ. ഒന്ന് കാർഷിക രംഗം, വ്യവസായ രംഗം, അതുപോലെ തന്നെ സേവന മേഖല. ഈ സേവന മേഖല വളരണം. അപ്പം ഈ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് പോകുന്നത്? അപ്പം ശക്തമായ ഒരു അടിത്തറ, നമ്മളൊരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാവുകയാണ്, ശക്തമായ ഒരു അടിത്തറ ആ കാർഷിക രംഗത്തുണ്ടാകണം. പിന്നെ അതിൻ്റെ തൂണുകൾ ആണ് ഈ വ്യവസായ രംഗത്ത് ശക്തമായ തൂണുണ്ടാകണം. പിന്നെ അതിൻ്റെ മേൽഭാഗം നല്ല സ്ട്രോങ് ആയിരിക്കണം സേവന രംഗത്ത്. നിർഭാഗ്യവശാൽ ഇപ്പം നമ്മുടെ ഭാരതത്തിൽ നമ്മൾ പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ടോ അല്ല, ഈ വ്യവസായ മേഖല ശക്തമാക്കണം. അതോടൊപ്പം മറ്റേ സേവന മേഖല നമ്മൾ ശക്തമാക്കുന്നു. അപ്പം സേവന മേഖല ശക്തമാണ്. ഇപ്പം നമ്മുടെ ഈ 2 മേഖല ശക്തമാണ്. അതോടൊപ്പം വ്യവസായ മേഖല ശക്തമാക്കുന്ന പരിപാടി ഉണ്ടാകും. പിന്നെ ആ വ്യവസായ മേഖല ശക്തമാകുന്നില്ലെങ്കിൽ
സേവന മേഖല തന്നെ ശക്തമായിട്ടുണ്ട്. കാർഷിക മേഖലയും സേവന മേഖലയും ശക്തമായിക്കൊണ്ട് വളരെ ലോകത്തിലെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയാകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് അനുസൃതമായ ഒരു ബഡ്ജറ്റായിരിക്കും ഇന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.